ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മുടെയൊക്കെ അകത്തളങ്ങളിൽ ഒരു ചിന്തയുണ്ട്, ഞാൻ തരക്കേടില്ല, ഞാൻ യോഗ്യനാണ്, ഞാൻ വലിയ കുഴപ്പമൊന്നുള്ള ആളല്ല. പലരും അത് പുറത്തു പറയാറില്ല, ഞാൻ ഉള്ളിലുള്ള കഥയെ പറയുന്നത്. ഞാൻ യോഗ്യനാണ്, എന്നിലൊരുപാട് മഹത്വങ്ങളുണ്ട്, എനിക്കൊരുപാട് നന്മകളുണ്ട്, അതുകൊണ്ടു തന്നെ ഞാൻ പ്രശംസക്ക് അർഹനാണ്, സ്തുതിക്ക് ഞാൻ അർഹനാണ്, മറ്റുള്ളവർ വാഴ്ത്താൻ ഞാൻ എന്തുകൊണ്ടും യോഗ്യനാണ്, മറ്റുള്ളവരിലൂടെ വാഴ്ത്തപ്പെടാനും സ്തുതിക്കപ്പെടാനും ഞാൻ അർഹനാണ് എന്ന ഒരു ഉള്ളിലിരിപ്പ്. അങ്ങനെ വാഴ്ത്തലുകളും സ്തുതിക്കലുകളും സുഖിപ്പിക്കലുകളും കിട്ടാതിരിക്കുമ്പോൾ ആ വാഴ്ത്തപ്പെട്ട് കിട്ടാൻ വേണ്ടി പൈസ മുടക്കാൻ തയ്യാറാണ്, എത്ര സമയവും അധ്വാനിക്കാൻ തയ്യാറാണ്. അങ്ങനെ കണ്ടല്ലോ, പിരിവിന് കൊടുക്കുമ്പോ പ്രത്യേകിച്ച് കുടുംബ പേരൊക്കെ ഒന്ന് പറയണം കേട്ടോ എന്ന് പറഞ്ഞ് പിരിവൊന്ന് വണ്ണം കൂട്ടി കൊടുക്കുക അല്ലേ? ഇങ്ങനൊരു സ്വഭാവം. പൈസ കൊടുത്തിട്ടാണെങ്കിലും താൻ സ്തുതിക്കപ്പെടണം, താൻ വാഴ്ത്തപ്പെടണം. എത്രയോ അധ്വാനിക്കാൻ തയ്യാറാണ്, വാഴ്ത്തല് കിട്ടുന്നുണ്ടെങ്കിൽ, സ്തുതി കിട്ടുന്നുണ്ടെങ്കിൽ. ജനങ്ങളുടെ സ്തുതി പാട്ട് കേൾക്കുമ്പോൾ എന്തൊരു ഹരം! അത് കിട്ടുമ്പോ എന്ത് ചെയ്യാനും എത്ര ധനം ചെലവഴിക്കാനും ഒരു കുഴപ്പമില്ല. അതങ്ങ് മാറ്റിവെച്ച് ഉടമസ്ഥനായ റബ്ബിന്റെ പൊരുത്തം എന്ന ഒരു കൺസെപ്റ്റിലേക്ക് വരുമ്പോ 10 രൂപ കൊടുക്കാൻ വല്ലാത്ത മനപ്രയാസാണ്. ഉടമസ്ഥനായ റബ്ബിന്റെ പൊരുത്തം കിട്ടട്ടെ എന്ന് കരുതിയിട്ട് എന്തെങ്കിലും അധ്വാനിക്കേണ്ടി വന്നാൽ, ഖുർആൻ ക്ലാസ്സിന് വരേണ്ടി വന്നാൽ, അതാ ഇരുണ്ട വെളിച്ചത്തൊരു മൂലക്കിൽ ഇരുന്നാൽ ആര് പ്രശംസിക്കാനാ? ഓൻ ഖുർആൻ ക്ലാസ്സിനൊക്കെ പോണ ആളാ, ഒരു പേരും കിട്ടൂല. അത്തരം കാര്യങ്ങളിൽ ആവേശം കിട്ടുന്നില്ല. എന്നാൽ സ്തുതിയുടെ രംഗം വരുമ്പോ, പേരിന്റെയും പെരുമയുടെയും സാഹചര്യം വരുമ്പോ നല്ല ത്രില്ലാണ്, നല്ല ആവേശമാണ്. ഇതിപ്പോ മനുഷ്യ സഹജമാണ് കേട്ടോ ഈ വികാരം. ഏത് ഞാൻ തരക്കേടില്ല എന്നുള്ള ചിന്ത. ഇത് പുറത്തുനിന്നൊന്നും ഇങ്ങോട്ട് കുത്തി നിറക്കേണ്ട ആവശ്യമില്ല. വെളിയിൽ നിന്ന് നമ്മുടെ ഹൃദയത്തിന്റെ ഇൻബോക്സിലേക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. മനുഷ്യന്റെ പ്രകൃതിയിൽ തന്നെയുള്ളതാണ് ഈ ഈഗോവാദം. ആധുനിക സൈക്കോളജിസ്റ്റുമാർ, മനഃശാസ്ത്ര വിദഗ്ധന്മാർ പറയുന്നുണ്ട്, ഓരോ മനുഷ്യക്കുഞ്ഞും പിറന്നു വീണ് ഏതാണ്ടൊരു 7 വയസ്സ് വരെ ഈ മനുഷ്യക്കുട്ടി ജീവിക്കുന്നത് ഐ ആം സംതിങ് എന്ന മൈൻഡോടുകൂടെയാണ്. കാരണം ശിശുവാകുന്ന കാലം, കുഞ്ഞാകുന്ന കാലം മാതാപിതാക്കളുടെ കെയറിങ് കിട്ടുന്നു. മാത്രല്ല അവന്റെ പ്രവൃത്തിക്കും വാക്കിനും നല്ല അംഗീകാരം ഉമ്മയിൽ നിന്ന് കിട്ടുന്നു, ഉപ്പയിൽ നിന്ന് കിട്ടുന്നു. അവൻ കഷ്ടിച്ചൊരു വാക്കങ്ങ് മൊഴിഞ്ഞൊപ്പിക്കുമ്പോ വെരി ഗുഡ്, നീ അത് പറഞ്ഞല്ലോ, അങ്ങനെയല്ലേ പറയാ? നീ പറഞ്ഞ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ശരിയായിട്ടില്ല എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തൂലല്ലോ കുഞ്ഞിനെ. 7 വയസ്സ് വരെ സമൂഹത്തിന്റെ, നാട്ടുകാരുടെ, ബന്ധുക്കളുടെ, പേരൻസിന്റെ ഭാഗത്ത് നിന്നുള്ള പുകഴ്ത്തലുകളും തലോടലുകളും വാത്സല്യവും കിട്ടുന്ന ഒരു മനുഷ്യക്കുഞ്ഞ് ഐ ആം സംതിങ് എന്ന മെന്റാലിറ്റിയിലാണുള്ളത്, ആ ഒരു ഫീലിംഗിലാണുള്ളത്. ഞാൻ തരക്കേടില്ല. 7 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അവൻ നിരൂപിക്കപ്പെടും. എങ്ങനെ നിരൂപിക്കപ്പെടുക? കുറ്റപ്പെടുത്തലുകൾ അവന്റെ നേരെ വരും. 6 വയസ്സുകാരൻ, 7 വയസ്സുകാരൻ അവനൊരു ഗ്ലാസ് എടുത്ത് ഡൈനിങ് ടേബിളിൽ നിന്ന് എടുത്തിട്ട് അടുക്കളയിലേക്ക് കൊണ്ട് അതോടെ വെച്ച് അത് കയ്യിൽ പൊട്ടി പോടൊക്കെ എന്നുവെച്ചാൽ നിന്നതിന് കൊള്ളൂല. അവൻ ഒറ്റക്കങ്ങ് റോട്ടിലേക്കോ വെളിയിൽ അവിടെ നിൽക്ക്, അവിടെ നിൽക്ക്, പാപ്പച്ചിന്റെ കൂടെ വരാൻ പറ്റുള്ളൂ, പുറത്തിറങ്ങാൻ തന്നെ പറ്റൂല. ഇങ്ങനെ അരുതെന്ന് പറയുന്ന ചില നിയന്ത്രണങ്ങൾ ആ കുഞ്ഞിന്റെ, മനുഷ്യ കുഞ്ഞിന്റെ നേരെ വരുമ്പോ ഐ ആം നത്തിങ് എന്ന ഒരു മൈൻഡ്, ഞാൻ കൊള്ളൂല എന്നുള്ളൊരു മൈൻഡ് വരികയാണ്. ഞാൻ ഉഷാറാണ് എന്നുള്ള ഈ 7 വയസ്സ് വരെയുള്ള ചിന്ത, അതിന് ചെറിയൊരു വ്യത്യാസം, ഐ ആം നത്തിങ്, എന്നെ കൊള്ളൂല, ഒരു കാര്യത്തിനും എന്നെ പറ്റുന്നവനല്ല എന്നൊരു മൈൻഡും അകത്ത് കയറുകയാണ്.
ഈ രണ്ട് മൈൻഡുകളും തമ്മിൽ അകത്ത് ആശയ സംഘടന നടക്കും. ഇതൊക്കെ എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞു പോയതാ. ഈ രണ്ട് ഐ ആം സംതിങ്, ഐ ആം നത്തിങ്, ഈ രണ്ട് മെന്റാലിറ്റികളും അകത്ത് മനസ്സിൽ കിടന്നിട്ടൊരു സംഘടന ഉണ്ട്. ആ സംഘടനത്തിൽ ഐ ആം സംതിങ്, ഞാൻ മോശക്കാരനല്ല, ഞാൻ ഉഷാറൻ തന്നെ എന്ന് വരുത്താൻ വേണ്ടി, ആ ഭാഗം വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടി എന്തൊക്കെ കള്ളത്തരാണ് സ്കൂൾ ജീവിതകാലത്ത് നമ്മൾ പറഞ്ഞത്. ഇപ്പൊ ഞാൻ തന്നെ ഓർത്തു പോവാണ്. ഏതാണ്ട് സ്കൂളിൽ ഒരു 3-ോ 4-ലോ പഠിക്കുന്ന കാലത്താണ് ഓരോരുത്തരും അവന്റെ വീരവാദങ്ങളും അവന്റെ മഹത്വങ്ങളും ഇങ്ങനെ പറയാ. അപ്പൊ ഒരുത്തൻ പറയാം, എന്റെ വാപ്പച്ചി ഗൾഫിലാ, എനിക്ക് കഴിഞ്ഞ വരവിന് 3 പന്താ കൊണ്ടുവന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ വാപ്പ വലിയൊരു വഴുതു പറയുന്ന ഉസ്താദാ. അപ്പൊ വേറൊരു മുജീബ് പറഞ്ഞൊരു കൂട്ടുകാരൻ പറഞ്ഞു, എന്റെ വാപ്പ ഒരു ബീഡിക്കുറ്റി കൊണ്ട് ഒരൊറ്റ കുത്തിന് ഒരു ആനെ കൊന്ന ആളാണ്. വല്ലാഹി എന്നോട് പറഞ്ഞതാ. ഒരു ബീഡിക്കുറ്റി കൊണ്ട് ഒരൊറ്റ കുത്തിന് അതിന്റെ മർമ്മണ്ട് അത്ര എന്റെ നെറ്റിയില്. അവിടെ ബീഡിക്കുറ്റി ഒരു കുത്തനെ കുത്തിയപ്പോ ആനാണ് മരിച്ചു കഴിയും. എന്റെ ചെറുപ്പകാലത്ത് ഇതെന്താ സംഭവം? വീട്ടില് ഐ ആം നത്തിങ് എന്ന മൈൻഡാണ് കിട്ടുന്നത്. കാരണം അവന് നിയന്ത്രിക്കപ്പെടുകയാണ്. അപ്പൊ ഞാൻ കൊള്ളൂല എന്നുള്ള മൈൻഡ് കയറുകയാണ്. ഇതിനെ ഒന്ന് അടിച്ചൊതുക്കി, അല്ല ഞാൻ ഐ ആം സംതിങ്, ഞാൻ എന്തോ ആണ്, ഞാൻ ആരോ ആണ്, ഞാൻ യോഗ്യനാണ് എന്നതിനെ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി പലവിധ നമ്പറുകളും നിങ്ങളൊക്കെ അടിച്ചിട്ടുണ്ടാവും. ഓർമ്മയില്ലായിട്ടാണ്, അല്ലെങ്കിൽ ഓർമ്മ ഉണ്ടായിട്ട് പറയാത്തത് കൊണ്ടായിരിക്കും. ഇങ്ങനെ മനുഷ്യ കുഞ്ഞ് ഐ ആം നത്തിങ് എന്ന മൈൻഡിൽ തന്നെ മുന്നോട്ട് പോവാൻ. പ്രകൃതി അങ്ങനെ, മനുഷ്യന്റെ നേച്ചർ അതാണ്. ഇവിടെ വിശുദ്ധ കലിമത്തു തൗഹീദ് എന്ന് പറയുന്ന പടവാളുകൊണ്ട് അവന്റെ പ്രകൃതിയെ അവൻ അടിച്ചിരുത്തി ഒതുക്കി മുസ്ലിമാക്കിയില്ലെങ്കിൽ പ്രകൃതിയാലുള്ള ആ ഗുണത്തോടെ അവനൊരു ആ രീതിയിൽ അവൻ അങ്ങനെ വളർന്ന് ജീവിക്കും. ഈ മനോഗതിയിൽ ജീവിക്കുന്ന വ്യക്തി ഞാനൊരു സംഭവമാണ്, ഞാൻ അർഹനാണ്, ഞാൻ സ്തുതിക്കും അംഗീകാരത്തിനും യോഗ്യനാണ്, ഈ ഒരു മാനസികാവസ്ഥയിൽ ജീവിക്കുന്ന ഒരു മുസ്ലിം അവൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ഓതുമ്പോൾ അത് പച്ചക്കള്ളമാണ്, മായം ചേർക്കാത്ത കളവാണ് ആ ഓതുന്നത്. അവന്റെ ധാരണ അബദ്ധധാരണ, ഞാൻ സ്തുതിക്കർഹനാണ് എന്നാണ്, എനിക്ക് പ്രശംസക്ക് യോഗ്യതയുണ്ട്, അതിനു മാത്രം ഗുണങ്ങൾ എന്നിലുണ്ട് എന്നാണ്. എന്നിട്ടവൻ നാവ് കൊണ്ട് ചുമ്മാ കള്ളം പറയാണ്, സ്തുതിക്കർഹൻ അല്ലാഹു എന്ന ഉരുവിടൽ അതൊരു കളവായി മാറുന്നതാണ്. ഈ കളവിനെ തകർക്കാനും ഈ കളവിൽ നിന്ന് രക്ഷപ്പെടാനും ഈഗോ മനസ്സിനെ പരിവർത്തിപ്പിക്കാനും പരിശീലിപ്പിച്ച് ഒതുക്കാനും പറ്റിയ ഒരു വിശുദ്ധ വചനമാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അതിന്റെ ആശയം ഉൾക്കൊണ്ട്, ആശയം അറിഞ്ഞല്ല, അതിന്റെ ആശയം ഉള്ളിൽ കൊണ്ട്, അതിന്റെ ആശയം മനസ്സിൽ അറിഞ്ഞുകൊണ്ട് അത് ഉരുവിടുമ്പോൾ, സത്യസന്ധമായി ഉരുവിടുമ്പോൾ ഒരാളിലെ ഈഗോ നീങ്ങിപ്പോവുകയാണ്, കിബിർ പോവുകയാണ്, നീങ്ങിപ്പോവുകയാണ്. അതെങ്ങനെ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഓതുമ്പോൾ എങ്ങനെ കിബിർ പോവാ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവലോകങ്ങളെയും പടച്ചു പരിപാലിക്കുന്നവനായ തമ്പുരാൻ, ആ തമ്പുരാനായ അല്ലാഹു ആണ് സർവസ്തുതിക്കും അർഹനായിട്ടുള്ളവൻ. ഞാൻ ആരുമല്ല, ഞാൻ ഒന്നുമല്ല, ഞാൻ ഒന്നിന്റെയും ഉടമസ്ഥനല്ല, ഞാൻ ഒന്നിന്റെയും സൃഷ്ടാവല്ല. അതുകൊണ്ട് തന്നെ എനിക്കൊരു അർഹതയുമില്ല, യോഗ്യതയുമില്ല. ഞാൻ സ്തുതിക്കപ്പെടാൻ അർഹനല്ല, വാഴ്ത്തപ്പെടാൻ ഞാൻ അർഹനല്ല. എനിക്കെന്തുണ്ടെങ്കിലും, എനിക്കെന്തു ഉയർച്ചയുണ്ടെങ്കിലും, എനിക്കെത്ര പവർ ഉണ്ടെങ്കിലും, എന്നിലെത്ര ധനമുണ്ടെങ്കിലും ആ നിലക്കൊന്നും സ്തുതിക്കപ്പെടാൻ ഞാൻ അർഹനല്ല. ഈ ധനത്തിന്റെ, ഉയർച്ചയുടെ, കരുത്തിന്റെ, കഴിവിന്റെ ഉടമസ്ഥനായ റബ്ബാണ്. അപ്പോഴും സ്തുതിക്കർഹൻ ഞാനല്ല. എന്നിലുള്ള പണത്തിന്റെ കാര്യത്തിലും എന്നിലുള്ള യോഗ്യതയുടെ കാര്യത്തിലും ഞാനല്ല വാഴ്ത്തപ്പെടാൻ അർഹൻ, സ്തുതിക്കർഹൻ ഞാനല്ല. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇതന്നെ അർത്ഥം.
ഇങ്ങനെ തന്നെ അർത്ഥം. നിങ്ങൾ എന്തേരുത് ഇതൊന്ന് ശരിക്കൊന്ന് ഓതി കിട്ടാൻ കുറച്ച് പ്രയാസമാണ്. 100% സത്യസന്ധമായി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പ്രഖ്യാപിച്ചത് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമായിരിക്കുമെന്നതാണ് വസ്തുത. മഹാന്മാരായ സ്വഹാബത്തൊക്കെ ഒരു 90ന്റെ മുകളിൽ മാർക്ക് വാങ്ങിയിട്ടുണ്ടാവും. ഏതില് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ഓതിയെടുത്ത് മാർക്ക് മേടിച്ചപ്പോ 100 മാർക്ക് മേടിച്ചത് അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രം. മുകളിൽ റാങ്ക് മേടിച്ചിട്ടുണ്ടാകും ആര്? മഹാന്മാരായ സ്വഹാബത്ത്, അള്ളാഹുവിന്റെ വലിമാര് അങ്ങനെ 90ന്റെ മുകളിലൊക്കെ മേടിച്ചിട്ടുണ്ടാവും. നമ്മൾ എത്ര മാർക്ക് മേടിച്ചിട്ടുണ്ടാവും? ആലമീൻ ഓതണം എന്നിരിക്കെ അതിന്റെ മാർക്കിന്റെ കണക്ക്, പാസ് മാർക്ക് കിട്ടുന്നവർ നമ്മുടെ കൂട്ടത്തിൽ വളരെ കുറവായിരിക്കും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. എനിക്കൊരു അർഹതയുമില്ല, എനിക്കൊരു യോഗ്യതയുമില്ല. എന്റെ പക്കൽ എന്തുണ്ടെങ്കിലും അതിന്റെ ഉടമയും അവകാശിയും അത് സമ്മാനിച്ചവനും അല്ലാഹു മാത്രമാണ് സ്തുതിക്ക് വാഴ്ത്തലുകൾക്ക് അർഹനായിട്ടുള്ളത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ല, ഞാൻ കുറച്ചൊക്കെ സ്തുതിക്ക് അർഹനാണ് എന്നൊരു പണ്ഡിതന് തോന്നിയാൽ, അല്ലെങ്കിൽ ഒരു പണക്കാരന് തോന്നിയാല്, അവന്റെ അൽഹംദുലില്ല ശിർക്കാണ് കൂട്ടരെ, അവന്റെ സുബ്ഹാനല്ലാഹ് ശിർക്കാണ് കൂട്ടരെ. ആണ്. ഞാൻ ഒരു 3-4 ആഴ്ചക്ക് മുമ്പ് നിങ്ങളോട് പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു വെള്ളിയാഴ്ച അബൂ യസീദുൽ ബിസ്താമി എന്നൊരു മഹാജ്ഞാനി ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ ആത്മീയ പ്രഭാഷണ ക്ലാസുകളിൽ പങ്കെടുക്കാൻ നാട്ടിലെ പലരും വരും. ആ കൂട്ടത്തില് ആ നാട്ടിലെ വലിയൊരു ഖാലി ഖുലാത്ത്, വലിയ ഖാലിയർ, വലിയൊരു ഉസ്താദ് ഉണ്ടായിരുന്നു. അദ്ദേഹം ആ ക്ലാസ്സിൽ വരും. അബൂ യസീദ് റഹിമഹുല്ലയുടെ ആത്മീയ പ്രഭാഷണം കേൾക്കാൻ വേണ്ടി നാട്ടുകാരൊക്കെ വരുമ്പോ നാട്ടിലെ ഖാലിയരും വരും. ഖാലിയർ വന്നിരുന്നിട്ട് കുറേ ദിവസം ഈ ക്ലാസ്സിൽ മൂലയിലിരുന്നിട്ട് ഇങ്ങനെ പറയുന്ന കാര്യമാണ്. ഒരു ദിവസം ആരുമില്ലാത്ത നേരത്ത് ഖാലിയർ അബൂ യസീദ് റഹിമഹുല്ലയുടെ മുന്നിൽ വന്നു. അബൂ യസീദ് ശമ്പളം പറ്റി ദീന് വിൽക്കുന്ന ആളൊന്നല്ല. പ്രവാചകന്മാരുടെ വാരിസായി, അനന്തരാവകാശിയായി ദീന് അദ്ദേഹത്തിന്റെ മുന്നിൽ ഈ ഖാലിയർ വന്നിട്ട് പറഞ്ഞല്ലോ, ഞാൻ നിങ്ങളോടൊരു സത്യം പറയട്ടെ. അന മുൻദു സലാസീന ശഹ്റ, അന മുൻദു സലാസീന സന അസൂമുൻ നഹാർ ലാ ഉഫ്തിറു വ അഖൂമുൽ ലൈൽ ലാ അനാമു. ഞാനൊരു 30 കൊല്ലായി പകലെന്നും എനിക്ക് സുന്നത്ത് നോമ്പാ, പെരുന്നാൾ ദിവസം ഒഴിച്ച്. അന്ന് ഹറാമാണല്ലോ. വ അഖൂമുൽ ലൈൽ, രാവുകളിൽ ഞാൻ പരമാവധി ഞാൻ സുന്നത്ത് നമസ്കാരം കൊണ്ട് സജീവമാക്കാറുണ്ട്. ലാ അനാം, വളരെ കുറച്ചല്ലാതെ ഞാൻ ഉറങ്ങാറില്ല. ഇങ്ങനെയൊക്കെ കഠിനാധ്വാനം ചെയ്യുന്ന ഞാൻ ലാ അജിദു ഫീ ഖൽബി മിൻ ഹാദൽ ഇൽമി അല്ലദീ തദ്കുറു ശൈഅ. നിങ്ങൾ ഈ ആത്മീയ പ്രഭാഷണത്തിൽ പറയുന്ന ഖുർആന്റെ അർത്ഥം, അള്ളാന്റെ റസൂല് പറഞ്ഞ ഹദീസിന്റെ വ്യാഖ്യാനം, അതിന്റെ ആശയം, ഇതിൽ നിന്നൊരല്പം പോലും എനിക്ക് കിട്ടുന്നില്ലല്ലോ. ഇങ്ങനെ 30 കൊല്ലം കുത്തിമറിഞ്ഞിട്ടും പട്ടിണി കിടന്നിട്ടും നിങ്ങൾ ഈ പറയുന്ന ഇൽമിൽ നിന്ന്, വിജ്ഞാനത്തിൽ നിന്ന് ഒന്നും എനിക്ക് കിട്ടുന്നില്ലല്ലോ. എന്താ സത്യത്തിൽ കുഴപ്പം? എന്നാൽ ഞാനാണെങ്കിൽ വ അന ഉസദ്ദിഖു ബിഹി വ ഉഹിബ്ബുഹു, നിങ്ങൾ ആ പറയുന്ന വിജ്ഞാനത്തെ ഞാൻ വാസ്തവമാക്കുന്ന ആളാണ്, അംഗീകരിക്കുന്ന ആളാ. എനിക്കത് ഇഷ്ടമാണ് കേൾക്കുന്നത്. അത് അള്ളാഹുവിലേക്ക് നമ്മങ്ങനെ മാനസികമായി നമ്മങ്ങനത്തെ വാക്ക് മണിമുത്തുകളാണ് നിങ്ങൾ പറയുന്നത്. ഇതാണെങ്കിൽ സാധാരണ ഖുർആൻ വായിച്ച് അങ്ങനെ ഒരു അർത്ഥത്തോട്ട് കിട്ടുന്നില്ല. ഞാൻ ഈ കഠിനാധ്വാനം ചെയ്തിട്ട് ഭഗീരഥ പ്രയത്നം നടത്തിയിട്ട് എനിക്ക് ഇതിൽ നിന്നൊരു തുമ്പ് പോലും കിട്ടിയിട്ടില്ല. എന്താ സത്യത്തിൽ കുഴപ്പം? അബൂ യസീദ് ഖാലിയരോട് പറഞ്ഞു, എന്റെ പൊന്നാര ചങ്ങാതി, വലൗ സുംത സലാസ മിഅത്തി സന വഖുംത ലൈലഹ, നിങ്ങൾ ഇപ്പൊ 30 കൊല്ലല്ലേ ഇങ്ങനെയൊക്കെ ചെയ്തത്. 300 കൊല്ലം പകലിൽ സുന്നത്ത് നോമ്പ് പിടിച്ചിട്ട് 300 കൊല്ലത്തിന്റെ രാവുകളിൽ നിന്ന് നിസ്കരിച്ച് നിങ്ങൾ കഠിനാധ്വാനം ചെയ്താലും ഞാൻ പറയുന്ന വിജ്ഞാനത്തിൽ നിന്ന് അണുത്തൂക്കം നിങ്ങൾക്ക് ലഭ്യമല്ല, കിട്ടൂല നിങ്ങൾക്ക്. അതെന്തേ?
അത് നിങ്ങളുടെ വൃത്തികെട്ട മനസ്സാണ് അതിന് കാരണം. നമ്മൾ പറഞ്ഞല്ലോ നഫ്സ് അമ്മാറ, അതാണ് കാരണം. അപ്പൊ ഖാദിയര് അബൂ യസീദിനോട് ചോദിച്ചു, ഫലി ഹാദാ ദവാ, ഇതിന് വല്ല ട്രീറ്റ്മെന്റും ഉണ്ടോ? എന്റെ മനസ്സിന്റെ കുഴപ്പമാണ്, മനസ്സിന്റെ രോഗാണെന്നുള്ള ആണല്ലോ പറഞ്ഞത്, ഇതിന് വല്ല മരുന്നുണ്ടോ എന്ന് ചോദിച്ചു. അബൂ യസീദ് പറഞ്ഞു, മരുന്നുണ്ട് നഅം, പക്ഷേ വലാകില്ല തഖ്ബലുഹു, ഞാൻ മരുന്ന് തന്നിട്ട് നീ അത് കഴിക്കൂല, അത് അത്ര കയ്പുള്ള മരുന്നാ, നീ അത് കഴിക്കൂലായിരുന്നു. അല്ല ഫദ്കുർനി ഹത്താ അഅമലഹു, ഒന്ന് പറഞ്ഞു താട്ട്, ഞാൻ അമല് ചെയ്തു നോക്കട്ടെ, ഞാനത് കുടിച്ചു നോക്കട്ടെ, കുറച്ച് കയ്പൊക്കെ ഉണ്ടെങ്കിലും മേമ്പൊടി കൂട്ടിയിട്ട് ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ, ഒന്ന് പറഞ്ഞുതാ. എന്റെ ഈ മനസ്സിന്റെ രോഗം മാറിയിട്ട് നിങ്ങൾ പറയുന്നത് പോലെ ആത്മീയമായ അറിവുകൾ ഉൾക്കൊള്ളാനും പറയാനും എനിക്ക് പറ്റണമെങ്കിൽ ആ മരുന്നൊന്ന് കഴിച്ച് ഞാൻ നോക്കട്ടെ, ഒന്ന് പറഞ്ഞുതാ എന്ന് നാട്ടിലെ ഖാദി ഖുലാത്ത് കേമനായ മൊയ്ലിയരെ അബൂ യസീദിനോട് പറയുന്നുണ്ട്. അപ്പൊ എന്താ പറഞ്ഞ അദ്ദേഹം? നിന്റെ ആ നീളം കുപ്പായുണ്ടല്ലോ, നെയ്റ്റി ഇട്ടാൽ ഔലിയ പാപ്പയായി അല്ലേ, നിന്റെ ആ നെയ്റ്റി ഉണ്ടല്ലോ അത്, പിന്നെ ആ പച്ച തോർത്തുണ്ടല്ലോ അത്, ഇത് രണ്ടും ഒഴിവാക്ക്. എന്നിട്ട് മനുഷ്യന്മാര് സാധാരണ ഫക്കീറന്മാർ ഇടുന്ന ഡ്രസ്സ് ഉണ്ടല്ലോ അതിട്ട്, താടി കുറെ നീളണ്ട, ആ നീളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്ക്. റസൂലുള്ളാന്റെ സുന്നത്ത് പുറംപൂച്ചില് രോമത്തില് സുന്നത്ത്, അകത്ത് അബൂജായിലും. ഇതുകൊണ്ട് എന്താ കാര്യം? റസൂലുള്ളാന്റെ കോലം താടിയിലും വേഷത്തിലൊക്കെ, അകത്ത് അബൂജായിലും, അത് പറ്റൂല. അതുകൊണ്ട് നീ ആദ്യം ചെയ്യേണ്ട മരുന്ന് എന്താന്ന് വെച്ചാല് ആ നീളം കുപ്പായുണ്ടല്ലോ നെയ്റ്റി, അത് മാറ്റി. എന്നിട്ട് ഫക്കീറന്മാരെടുക്കണ താഴ്ന്ന ഡ്രസ്സ് അതണിയേ, പിന്നെ ആ പച്ചത്തോർത്തുണ്ടൊക്കെ എടുത്തൊന്ന് മാറ്റിയിട്ട്, എന്നിട്ട് നീ എന്ത് ചെയ്യണം, ആ താടിന്റെ നീളൊക്കെ ഒന്ന് കുറച്ചിട്ട് നീ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ കഴുത്തിലൊരു സഞ്ചി കെട്ടിത്തൂക്കിയിട്ട് കുറച്ച് ബദാം പരിപ്പയില് നിറച്ചിട്ട് അങ്ങാടിക്ക് ഇറങ്ങണം. ഈ കോലത്തിൽ ഇന്നലെ വരെ ഖാദി ഖുലാത്തിനെ നാട്ടുകാർ കണ്ട് ബഹുമാനിച്ച് ആദരിച്ച ഖാദി ഖുലാത്ത് കഴുത്തിലൊരു സഞ്ചി തൂക്കി അതിൽ ബദാം പരിപ്പ് ഇട്ടിട്ട് ഈ ഫക്കീറിന്റെ പറഞ്ഞ വേഷം ഇട്ടിട്ട് നിന്നെ കവലയിൽ കാണുമ്പോ ഉറപ്പായിട്ടും ആൾക്കാർ പിടിക്കും, നിന്നെ തല്ലും. നിന്നെ കൂക്കി വിളിക്കുന്നവർക്ക്, നിന്നെ തല്ലുന്നവർക്ക്, നിന്നെ പരിഹസിക്കുന്നവർക്ക് പരിഹാസത്തിന്റെയും പ്രഹരത്തിന്റെയും അളവില് അതിൽ നിന്ന് ബദാം പരിപ്പ് ഇങ്ങനെ എടുത്തു കൊടുക്കണം എന്നറിയും. ഇതാണ് കഷായം, ഇതാണ് നിന്റെ രോഗം മാറാനുള്ള കഷായം എന്ന് അബൂ യസീദ്. ഫഖാല, അദ്ദേഹം പറഞ്ഞു, സുബ്ഹാനല്ലാഹ് തഖൂലു ലി മിസ്ല ഹാദാ, എന്നോട് ഈ ജാതി മരുന്നാണോ പറയണേ? സുബ്ഹാനല്ലാഹ്, സാധിക്കൂല എന്നർത്ഥത്തില്. അപ്പൊ ഈ അബൂ യസീദ് പറയുന്നുണ്ട്, ഖൗലുക സുബ്ഹാനല്ലാഹ് ശിർക്കുൻ, നീ ഇപ്പീ പറഞ്ഞ സുബ്ഹാനല്ലാഹ് ശിർക്കാ, തൗഹീദല്ല. കാരണം لأنك علمت نفسك فسبحتها, നീ ഇപ്പൊ പ്രവർത്തി പ്രായോഗികമായി നീ നിന്നെ തസ്ബീഹാക്കുകയാണ്. ഞാൻ എത്ര പരിശുദ്ധൻ, കാരണം പരിശുദ്ധനായതുകൊണ്ട് അടിയിൽ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ വന്നത്. നീ നിന്റെ സ്വന്തത്തെ പൊക്കുകയും നിന്റെ സ്വന്തത്തെ വിശുദ്ധനാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. നാവുകൊണ്ടല്ല, നിന്റെ പ്രവർത്തനം കൊണ്ട്, നിന്റെ ഹഖീഖത്ത്, നിന്റെ യാഥാർത്ഥ്യം, സുബ്ഹാനി സുബ്ഹാനി, ഞാൻ എത്ര വിശുദ്ധൻ എന്ന് നീ നിന്റെ അവസ്ഥ കൊണ്ടും പ്രവൃത്തി കൊണ്ടും ജീവിതം കൊണ്ടും പ്രഖ്യാപിക്കുമ്പോൾ നാവ് കൊണ്ടുള്ള നിന്റെ സുബ്ഹാനല്ലാഹുണ്ടല്ലോ, അത് ശിർക്കാണ് മോനെ, നിർത്തിയേക്ക്. ഇത് നിനക്ക് പറ്റൂലല്ലോ, പറ്റൂല, എന്നാ നീ നന്നാവൂല. എന്തുകൊണ്ട്? ഒരു അടിമയും ഉടമയും തമ്മിലുള്ള ബന്ധത്തിലാണ് കാര്യം കിടക്കുന്നത്. റബ്ബായ മഅബൂദ് യജമാനൻ, അടിമയായ ഈ മനുഷ്യൻ, ഈ സത്യവിശ്വാസി താനൊരു അടിമയാണ് എന്നുള്ളതിൽ, ആ തിരിച്ചറിവിൽ, ആ ഉബൂദിയത്തിന്റെ സമ്പൂർണതയിലാണ് കമാലിയത്തിരിക്കുന്നത്. അടിമയായിരിക്കുക എന്നതിൽ ആര് പൂർണ്ണനായോ അവിടെയാണ് അള്ളാഹുവിന്റെ പൊരുത്തം പൂർണ്ണമാകുന്നത്. വീട്ടിൽ സർവന്റ് ഉണ്ട്, 90% പക്കയാണ്, 10% വീക്കാണെങ്കിൽ ഇഷ്ടപ്പെടൂല. 100% തന്നെ അബുദാകണം. മനസ്സുകൊണ്ടും സമർപ്പണം കൊണ്ടും പ്രവർത്തനം കൊണ്ടും അബുദാകണം. ഈ അബുദാകാതെ ഈ വക കാട്ടിക്കൂട്ടൽ. ഒരു സത്യം ഞാൻ പറഞ്ഞുതരാം. ഈ അബൂ യസീദിന്റെ കഥ ചുമ്മാ പറഞ്ഞല്ല. പലപ്പോഴും ഇബാദത്തുള്ള ആബിദിനേക്കാൾ അള്ളാഹുവിങ്കൽ ഉത്തമർ ഇബാദത്തിൽ വീഴ്ചയുള്ള തെമ്മാടിത്തരങ്ങൾ ചെയ്യുന്ന തെമ്മാടികളായിരിക്കും.
പലപ്പോഴും അള്ളാഹുവിനിഷ്ടം ആരാധനകളിൽ കുറച്ച് കണിശതയും കുറച്ച് പതിവാക്കുന്ന ശീലങ്ങളൊക്കെ ഉള്ള ഇബാദത്തിൽ കണിശമായ ഒരു നിബന്ധന വെച്ച് ജീവിക്കുന്ന ആബിദീങ്ങളെക്കാൾ അള്ളാഹുവിന് പലപ്പോഴും ഇഷ്ടം തെമ്മാടികളോടായിരിക്കും. മൊയ്ലേര് വയല് പറഞ്ഞത് ഇപ്പൊ എങ്ങോട്ടാ പോണേ? വയല് പറഞ്ഞ് എങ്ങോട്ടാ പോണേ? വിവാദത്തിലൊക്കെ കൃത്യനിഷ്ഠതയുള്ള ആബിദിനേക്കാൾ പലപ്പോഴും അള്ളാഹ്ക്ക് ഇഷ്ടം കള്ളുടിക്കണ തമ്മാടികളോടാണ് തന്നെ പറഞ്ഞത്. ഞാൻ മാറ്റൂല, 2-3 വട്ടപ്പം ആവർത്തിച്ചു, പറഞ്ഞോട് തന്നെ ഞാൻ ഉള്ളത്. എന്തുകൊണ്ട്? എല്ലാ ആബിദിനെയുമല്ല ഞാൻ പറഞ്ഞത്, എല്ലാ നന്മകൾ ചെയ്യുന്നവരെയും അല്ല ഞാൻ പറഞ്ഞത്. പലപ്പോഴും എന്ന വാക്കുകൊണ്ടാണ് ഞാൻ തുടങ്ങിയത്. പലപ്പോഴും ആബിദുകളെക്കാൾ അല്ലാഹുവിനിഷ്ടം തെമ്മാടികളോടായിരിക്കും. എന്തുകൊണ്ട്? ആബിദ് അഹങ്കാരം മനസ്സിൽ കുത്തി നിറച്ചുകൊണ്ട് തെറ്റായ ലക്ഷ്യം വെച്ച് നിയ്യത്ത് തെറ്റിച്ചുകൊണ്ട് കർമ്മം ചെയ്യുന്നു. എങ്ങനെ നിയ്യത്ത് തെറ്റിക്കുന്നത്? നാട്ടുകാരുടെ അംഗീകാരം കിട്ടണം, നാട്ടുകാരെന്നെ വാഴ്ത്തണം, നാട്ടുകാരുടെ സ്തുതിഗീതങ്ങൾ എനിക്ക് കേട്ടുരസിക്കണം. ഇങ്ങനത്തെ നീയത്തൊക്കെ ഉണ്ട് ഉസ്താദ്, ഉണ്ട്. ഈ മൂവാറ്റുപുഴ തന്നെ ഉണ്ട്. എനിക്കെന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. എന്നോടെന്നെ നിരന്തരം ശല്യം ചെയ്തിട്ടുണ്ട് പേര് കിട്ടാത്തതിന്റെ പേരില്. ഇതൊന്നും എനിക്കൊരു ബേജാറില്ല. അടുത്ത ഞായറാഴ്ച ഇവിടെ പ്രസംഗിക്കണം, ക്ലാസ് എടുക്കും, ഒരു നിർബന്ധം എനിക്കില്ല, പിരിച്ചുവിടാം, അന്നും ബേജാറില്ല. സത്യം പറഞ്ഞതിന്റെ പേരില് എന്ത് കിട്ടണെങ്കിലും മേടിക്കണല്ലോ, അതിനെന്തിനാ ബേജാറാണ്? നിങ്ങളിലുള്ള രോഗത്തിനാ ഞാൻ മരുന്ന് പറഞ്ഞിട്ടുണ്ട്. മലപ്പുറത്തുള്ള ഒരു ചങ്ങായിന്റെ രോഗത്തിന് ഞാൻ മരുന്ന് പറയണ്ട, ഇവിടെ പറയണോ? ഇവിടെയുള്ള സോക്കേടിനല്ലേ ഞാൻ നിങ്ങൾക്ക് മരുന്ന് പറഞ്ഞിട്ടുണ്ട്. ഇബാദത്ത് നന്മയാണ് ചെയ്യുന്നത്, ലക്ഷങ്ങളാണ് ദാനം ചെയ്യുന്നത്, രാത്രി മുഴുവൻ നിസ്കാരാണ്, രാത്രി മുഴുവൻ ഓത്താണ്, രോഗിയെ സഹായിക്കാണ്, വീടില്ലാത്തവന് വീട് വെച്ചു കൊടുക്കാണ്, ഹൗസ് വാമിങ്ങിന് നേതൃത്വം നൽകുകയാണ്. ഇതൊക്കെയാണ്. പക്ഷേ പേരാണ് ഉള്ളിൽ, പെരുമയാണ് ഉള്ളിൽ നിയ്യത്ത് എങ്കിൽ പ്രത്യക്ഷമായി വിലയിരുത്തുമ്പോൾ അതൊരു നല്ല ഇബാദത്താണ്, നല്ല ഒരു കർമാണ്. പക്ഷെ അത് എന്തിന്റെ അടിസ്ഥാനത്തിൽ പ്രകടമായ കർമാണ്? അകത്തുള്ള റിയാ സുംഅത്ത്, കപടഭക്തി എന്ന പ്രചോദനമാണ് ആ സൽക്കർമ്മത്തെ പുറത്തു കൊണ്ടുവന്നത്. എന്ത്? അള്ളാഹുവിന്റെ പൊരുത്തമല്ല, തൗഹീദിൽ അധിഷ്ഠിതമായ കർമ്മമല്ല. താനൊന്ന് വളരണം, താനൊന്ന് ഉഷാറാകണം, താനൊന്ന് സ്തുതിക്കപ്പെടണം എന്ന ലക്ഷ്യത്തോടെ പ്രകടമായ ഈ സൽക്കർമ്മം, ലക്ഷങ്ങൾ സ്വതക്ക ചെയ്തതാകട്ടെ, രാത്രി നിസ്കരിച്ചതാകട്ടെ, ഹജ്ജിന് പോയതാകട്ടെ, ഭവനരഹിതനായ വിധവക്ക് വീട് വെച്ച് കൊടുത്തതാകട്ടെ, ഏതാകട്ടെ, ലക്ഷ്യം തെറ്റിപ്പോയ ഇബാദത്താണെങ്കിൽ അത് കൂലില്ല എന്ന് മാത്രമല്ല, അതിന്റെ കൂലി അപ്പപ്പ കിട്ടും കേട്ടോ. എപ്പ കിട്ടും? ഇവൻ എന്താ ഉദ്ദേശിച്ചത്? ഞാനൊന്ന് ആളാണ്, തൽക്കാലം അതൊന്ന് ആളാക്കി നിർത്തും. കുറച്ചാൾക്കാർ പറയട്ടെ, കുറച്ചാൾക്കാർ ഇവനെ കുറിച്ച് പറയും, നല്ലത് പറയും. ആ കൂലി അപ്പ തന്നെ അല്ലാഹു കൊടുക്കും. വമാലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്, പരലോകത്തവന് ഒരു വിഹിതവും ലഭിക്കാനില്ല എന്ന് മാത്രമല്ല, ഈ ഇബാദത്തുകളൊക്കെ സയ്യിആത്തുകളായി മാറും, തിന്മകളായി മാറും. കൂലിക്ക് പകരം ശിക്ഷയായിരിക്കും ആ ഇബാദത്തിനൊക്കെ കിട്ടുക. എന്താ കാരണം? അകത്ത് ഈഗോ കുത്തി നിറച്ചിട്ട് തെറ്റായ നിയ്യത്ത് കൊണ്ട് ചെയ്ത സൽക്കർമ്മങ്ങൾ നാളെ പരലോകത്ത് തിരിഞ്ഞുകുത്തും. അത് കള്ളുകുടിച്ചതിലേറെ, വ്യഭിചരിച്ചതിലേറെ വലിയ കുറ്റമായി ഈ ഇബാദത്തുകൾ രൂപപ്പെടുന്നതാണ് ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നു. എന്നാൽ ഒരു കുറ്റവാളി, ആ കുറ്റവാളി മനസ്സിൽ കുറ്റമുള്ളവനാണെങ്കിൽ, റബ്ബേ എന്റെ സാഹചര്യം എന്നെ തിന്മയിലെത്തിച്ചു, എത്രയെത്ര കുറ്റങ്ങളാണ് ഞാൻ ചെയ്തത്, ഇപ്പോഴും ഞാൻ കുറ്റം ചെയ്യുന്നവനല്ലേ അല്ലാ, നീ പൊറുത്തില്ലെങ്കിൽ എന്റെ കാര്യം കഷ്ടമാണ് അല്ലാ എന്നൊരു കുറ്റവാളിക്ക് കുറ്റബോധമുണ്ടെങ്കിൽ അള്ളാഹു അയാൾക്ക് പുറത്തു കൊടുക്കാനാണ് ചാൻസ് കൂടുതൽ. അതുകൊണ്ട് ഇമാം ഗസാലിയുടെ ഇഹ്യയിലൊക്കെ കാണാ അള്ളാന്റെ വലിമാരൊക്കെ പറഞ്ഞൊരു വാക്ക്, ലഅൻ യസ്ഹബനി ഫാജിറുൻ ഹസനുൽ ഖുലുഖി അഹബ്ബു ഇലയ്യ മിൻ അൻ യസ്ഹബനി ആബിദുൻ സയ്യിഉൽ ഖുലുഖി. ഒരു പൊതു തത്വമാണ്.
ഇസ്ലാമിക ലോകത്തെ ഔലിയാക്കളുടെ ഒരു പ്രഖ്യാപനാണത്. എന്നോട് ലഅൻ യസ്ഹബനി ഫാജിറുൻ ഹസനുൽ ഖുൽഖി, ഒരു നല്ല മനസ്സുള്ള ഒരു തെമ്മാടി ഞാനുമായിട്ട് കൂട്ടുകൂടുക, അല്ലെങ്കിൽ ഞാൻ അയാളുമായി കൂട്ടുകൂടുക. ആര്? സൽസ്വഭാവിയായ തെമ്മാടി. അങ്ങനെ ഉണ്ടല്ലോ, കള്ളുടിയന്മാരെ കൂട്ടത്തിൽ നല്ല സൽസ്വഭാവമുള്ള ആൾക്കാരുണ്ട്. അതാണ് കുടിച്ചിട്ട് പിന്നെ ഒരാളെ തെറി പറയുക, ഉപദ്രവിക്കുന്ന ആളത് അകത്തെത്തിയ എക്സ്ട്രാ ഡീസൻ്റ് ആവുമായിരിക്കും ചെയ്യാം. ഇങ്ങനെയാണെന്ന് ആ കള്ളുടിക്കാൻ പറ്റുമോ? പറ്റൂല. അത് തെമ്മാടിത്തരാണ്, അത് ഫിസ്ഖാണ്, അത് ഫജാറത്താണ്, തെമ്മാടിത്തരം തന്നെയാണ്. അങ്ങനെയുള്ള ആളുകള് നിസ്കാരം എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച ഒക്കെ വരും, പിന്നെ പറ്റുമ്പൊക്കെ ചെയ്യും, ജോലി തിരക്കിലൊന്നും ഉണ്ടാവില്ല. പിന്നെ തോന്നുമ്പോ തോന്നുമ്പോ കഥാ വീട്ട് ഇത്രയൊക്കെ ഉള്ളൂ. ഉള്ളു കിടന്നിട്ട് തിങ്ങാണ്. പടച്ചവനെ, നിന്നോടുള്ള ബാധ്യത നിറവേറ്റാൻ എനിക്ക് പറ്റിയിട്ടില്ല അല്ലാ. പാപിയായ അടിമയാണു ഞാനല്ലാ. നീ മാപ്പാക്കിയില്ലെങ്കിൽ എന്റെ കാര്യം കഷ്ടമാണല്ലാ. ഇങ്ങനെ ഉള്ളു തേങ്ങുന്ന ഒരു തെമ്മാടി, അവൻ സൽസ്വഭാവിയാണ്. അങ്ങനത്തെ സൽസ്വഭാവിയായ തെമ്മാടികളുമായിട്ട് കൂട്ടുകൂടുന്നതാണ് എനിക്കിഷ്ടം. മിൻ അൻ യസ്ഹബനി ആബിദുൻ സയ്യിഉൽ ഖുൽഖി, ഇബാദത്തിൽ കാർക്കശ്യമുള്ള, ഇബാദത്തിൽ നിഷ്ഠ പാലിക്കുന്ന, ഇബാദത്തിൽ പുണ്യകർമ്മങ്ങളിൽ നിത്യമാകുന്ന ഒരു ആബിദ്, പക്ഷേ സയ്യിഉൽ ഖുൽഖി, ആള് ദുസ്വഭാവിയാണ്. പള്ളിയിൽ 5 നേരം വരും, കെട്ടിയോളായിട്ട് തല്ലും പിടിയാണ്, മക്കളായിട്ട് കുഴപ്പാണ്, അയൽക്കാരുമായി മിണ്ടാറില്ല. 5 നേരം പള്ളിയിൽ വരവുണ്ട്. അറുത്ത കൈക്ക് ഉപ്പ് തേക്കൂല. ഇഷ്ടം പോലെ പൈസ ഉണ്ട്, 5 നേരം പള്ളിയിൽ വരുന്നുണ്ട്, മുമ്പും പിമ്പുള്ള റവാത്തിബുണ്ട്, സുന്നത്ത് നോമ്പ് വന്നാ പിടിക്കാൻ മുന്നിലാണ്, അയൽവാസിയോട് മിണ്ടാറില്ല. ഇങ്ങനെയുള്ള ആളുകളുമായി സഹവസിക്കുന്നതിലേറെ ഞാൻ ഇഷ്ടപ്പെടുന്നത് തെമ്മാടിക്കൂട്ടങ്ങൾ, അവർ സൽസ്വഭാവികളാണെങ്കിൽ അവരുമായി ഇടപെടുന്നതാണ്. ശരിയാണ്, വെറുതെ പറഞ്ഞതല്ല. ഞാൻ നിങ്ങൾക്കൊരു ചരിത്രം പറഞ്ഞു തരട്ടെ. ചരിത്രത്തിന്റെ മുമ്പ് തെറ്റുകൾ തമ്മിൽ നിന്നും കുറ്റങ്ങൾ 2 നിലക്ക് കുറ്റങ്ങൾ ഉണ്ടാവും. വൈകാരിക അഭിനിവേശം കൊണ്ട് കുറ്റം ഉണ്ടാവും. വൈകാരികമായ കാരണങ്ങളാൽ കുറ്റം, ഹറാമ്, തെറ്റുവരും നമ്മളിൽ. 2, ഈഗോ കാരണം തെറ്റുവരും, അഹങ്കാരം കാരണം തെറ്റുവരും. കള്ളുകുടിയും വ്യഭിചാരവും വൈകാരികമായ അഭിനിവേശം കാരണത്താൽ ഉണ്ടാകുന്ന കുറ്റങ്ങളാണ്, അല്ലേ? വികാരത്തിന്റെ തീഷ്ണതയിൽ നമ്മൾ ആ കുറ്റം ചെയ്തു പോവാൻ, അല്ലേ? ഇതിന് ഖേദമുണ്ടാവും. ഏതിന്? വൈകാരിക കാരണങ്ങളാൽ കുറ്റം ചെയ്യുന്ന നേരത്തും കുറ്റത്തിൽ നിന്ന് വിരമിക്കുന്ന നേരത്തും ഖേദം വരാൻ ചാൻസ് കൂടുതലാണ്. കള്ളുടിക്കുമ്പോ പഠിച്ചവനെ ആരെങ്കിലും കാണുമോ? പഠിച്ചവനെ ആരും കാണില്ല, പഠിച്ചവനെ നീ കാണുന്നുണ്ടല്ലോ അല്ലാ, അല്ലേ? അല്ലെങ്കിൽ അരുതാത്ത ലൈംഗിക വിശുദ്ധി ഇല്ലാത്ത ആ മാർഗങ്ങളിലേക്ക് പോകുമ്പോ ഉള്ളിങ്ങനെ പടക്കും, നെഞ്ചത്ത് ഹൃദയം ഇങ്ങനെ പടക്കും. ഈമാൻ കുറച്ചകത്തുണ്ടെങ്കിൽ അത് ചെയ്യുന്ന നേരത്ത് അവൻ അസ്വസ്ഥനാണ്, അവൻ ബേജാറിലാണ്, ഖേദത്തിലും വേദനയിലാണ്. ചെയ്തു കഴിഞ്ഞാലോ അപ്പോഴും ഖേദത്തിലും വേദനയിലുമാണ്. വൈകാരിക കാരണങ്ങളാൽ കുറ്റം ചെയ്യുന്നവർ കുറ്റം ചെയ്യുന്ന നേരത്തും അതിൽ നിന്ന് രാജിയാകുമ്പോ വിരമിക്കുന്ന നേരത്തും മനസ്സിനകത്ത് വേദനയുണ്ടാകും, അസ്വസ്ഥതയുണ്ടാകും. അങ്ങനെയുള്ള കുറ്റവാളികൾക്ക് അള്ളാഹു പൊറുക്കാനാണ് ചാൻസ് കൂടുതൽ. എന്നാൽ അഹങ്കാരം കാരണം കുറ്റം ചെയ്യുന്നവർ, അതെങ്ങനെ അഹങ്കാരം കാരണത്താൽ കുറ്റം ചെയ്യുക? ഞാനിപ്പോ വലിയ കേമനാണ്, ഉഷാറാണെന്നൊക്കെ അങ്ങനെ കരുതി ഞാൻ ആ ഈഗോയിൽ, ആ മൈൻഡിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഒരു പച്ചപ്പാവം ഇങ്ങനെ വന്നിട്ട് പറഞ്ഞു, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അത്ര ഉണ്ടായിട്ടുള്ളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഖുർആൻ പറഞ്ഞ അതല്ല, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി മിനിമം അതെങ്കിലും പറയണം. ഔ ബി അഹ്സന മിൻഹാ വറഹ്മത്തുള്ളാഹി വബറകാതുഹു എങ്കിലും കൂട്ടണം. കൂട്ടാൻ പറ്റൂലെങ്കിൽ അതുപോലെയെങ്കിലും മടക്കണം എന്നുള്ളതാ. ഇപ്പൊ എന്ത് കുറ്റം ഈ ആചാര്യ ചെയ്തത്? നാട്ടിലെ അപ്രസിദ്ധനായ പച്ചപ്പാവമായ ഓട്ടോറിക്ഷ തൊഴിലാളിയായ ഒരു സാധു പള്ളി നാചേരി ഇങ്ങനെ കുമ്പ വീർപ്പിച്ച് ഇങ്ങനെ പോവാണ്. ഞാനാരാ മോൻ, ഇപ്പൊ പള്ളി പ്രസിഡന്റും കൂടി ആയിട്ടുണ്ട്, അതിന്റെ ഒരു ദറജയും കൂടി കൂടിയിട്ടുണ്ട്. ഈ പോക്ക് പോയപ്പോഴാണ് ഓട്ടോറിക്ഷ ഓടിക്കണ വീരാൻകുട്ടി വന്നിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇതൊരു കുറ്റല്ലേ സത്യത്തില്?
ഖുർആന്റെ നസ്സ. എനിക്ക് സമയമില്ലാത്തോണ്ടാ. സലാം പറയുമ്പോ എങ്ങനെ മടക്കണം എന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. ഇതിനെ മര്യാദ. ഇതൊരു മര്യാദക്കേട് ചങ്ങായി ചെയ്തു ഈ പാവത്തിനോട്. അവനും തന്നെ ഉള്ളിൽ വേദനയായി. ഹാജിര് ശരിക്കും എന്താ വേണ്ടത്? വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. എന്താടാ വിശേഷം വീരാൻകുട്ടിയെ? ഇസ്ലാം. മുഖത്തേക്ക് തന്നെ നോക്കിയില്ല, പോയി. ഇതൊരു കുറ്റാ ചെയ്തു. ഈ ആജിയര് തൗബ ചെയ്യോ കൂട്ടരെ? അതൊരു വലിയ കുറ്റാണെന്ന് മനസ്സിലായി. അങ്ങേരുടെ മനസ്സിൽ തോന്നിയിട്ടുണ്ടോ ഞാൻ ഈ ചെയ്തതൊരു കുറ്റാണെന്ന്? തോന്നിയിട്ടുണ്ടോ? തോന്നില്ല. ഇതുപോലെ തന്നെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ വേണ്ടി. പേരിന് വേണ്ടി സ്വതക്ക ചെയ്തു, പ്രസിദ്ധിക്ക് വേണ്ടി സ്വതക്ക ചെയ്തു, പ്രസിദ്ധി കിട്ടി, മരിക്കോളം പടച്ച റബ്ബേ നിയ്യത്ത് തെറ്റി ശിർക്കിന്റെ അമലുകൾ ഒരുപാട് ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ. പള്ളിക്ക് 1,00,000 കൊടുത്തിട്ടുണ്ടല്ലോ, യതീമിനെ കെട്ടിച്ചു വിട്ടിട്ടുണ്ടല്ലോ, നീ തൗഹീദല്ലായിരുന്നു, ഇഖ്ലാസിലല്ലായിരുന്നു, നിന്റെ പൊരുത്തമായിരുന്നില്ല നിയ്യത്തല്ലാ, അതെന്നോട് പൊറുക്കണമല്ല എന്ന് ഏതെങ്കിലും ഒരു ഈഗോ ഉള്ള സാധനം ഖിയാമത്ത് നാൾ 1-ാം തീയതി വരെ ദ്വാരക്കുവോ? അള്ളാഹിനോട് മാപ്പ് ചോദിക്കുവോ? നേരം മറിച്ച് അങ്ങേരെന്നെ കള്ളുടിച്ചാണെങ്കിൽ ചിലപ്പോൾ ചോദിക്കൂ. പെണ്ണ് പിടിച്ചതാണെങ്കിൽ ചിലപ്പം വേദന ഉണ്ടാവും. മിനിമം ഹജ്ജിനെങ്കിലും പോകുമ്പോഴെങ്കിലും ഉണ്ടാവും അല്ലേ? അതാണ് വൈകാരിക അഭിനിവേശം കൊണ്ട് മനുഷ്യൻ തെറ്റിൽ പെട്ടാല് തൗബ ചെയ്യാനുള്ള മൈൻഡ് വരും, തൗബ ചെയ്യാനുള്ള ഉള്ളിൽ നിന്നൊരു ത്വര വരും. അഹങ്കാരം കാരണമാണ് കുറ്റം ചെയ്തതെങ്കിൽ അതിന് തൗബ ചെയ്യാനുള്ള അവസരം ഉണ്ടാകൂല, മനോവേദനയുണ്ടാവുകയില്ല. പിന്നെന്താ ഉണ്ടാവുക? അതൊക്കെ ഞാൻ എത്രയോ നല്ലത് ചെയ്തതല്ലേ, ഈ ചിന്ത ഉണ്ടാവുക. കുറ്റവാളികൾക്ക് മാപ്പുണ്ട്, അഹങ്കാരികൾക്ക് മാപ്പില്ല. കുറ്റവാളികൾക്ക് മാപ്പുണ്ട്, അഹങ്കാരികൾക്ക് മാപ്പില്ല. അതാണ് ആദം നബി അലൈഹിസ്സലാമിന്റെയും ഇബ്ലീസ് ലഅനത്തുള്ളയുടെയും ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. ആദം നബി അലൈഹിസ്സലാം കുറ്റം ചെയ്തു, ഖേദിച്ചു, അള്ളാഹു ഖേദം സ്വീകരിച്ചു, അള്ളാഹു ആദം നബിയെ ഉയർത്തി. ഇബ്ലീസ് വിലക്കപ്പെട്ട ഒരു കനിയും ശാപ്പിട്ടിട്ടില്ല. ഇബ്ലീസ് ഒരു ന്യായം പറഞ്ഞു അഹങ്കരിച്ചു. ആ ന്യായം പറഞ്ഞ് അഹങ്കരിച്ച പിശാച് ഇൽമില് പിന്നിലായിരുന്നില്ല, അമലില് പിന്നിലായിരുന്നില്ല, അവൻ മലക്കുകളുടെ കൂട്ടത്തിലായിരുന്നു എന്ന് അള്ളാഹു തന്നെ ഖുർആനിൽ പറയുന്നുണ്ട്. അങ്ങനെ മലക്കുകളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന, നല്ല ഇൽമുണ്ടായിരുന്ന, നല്ല അമലുണ്ടായിരുന്ന ഇബ്ലീസ് അവന് മാപ്പില്ല. എന്താ കാരണം? അവൻ കിബിറ് കൊണ്ട് തെറ്റ് ചെയ്തവനാ. എന്തുകൊണ്ട്? ഭോഗേച്ഛ കാമേച്ഛ തലപൊക്കിയിട്ട് വ്യഭിചരിച്ചവനല്ല ഇബ്ലീസ്. പോയിന്റ്. ഇബ്ലീസിന് കാമവികാരം തലപൊക്കി വ്യഭിചരിച്ചിട്ട് ചെയ്ത തെറ്റല്ല ഇബ്ലീസ് ചെയ്ത തെറ്റ്. അവന്റെ ഈഗോ കാരണം അവനൊരു ന്യായം പറഞ്ഞതാണ് തെറ്റ്. അവന് മാപ്പില്ല. ഞാനൊരു ചരിത്രം പറയാൻ സമയമില്ല, ഉള്ള സമയം കൊണ്ട് പറഞ്ഞു ഒപ്പിക്കേണ്ടി വരും. ഒരു നല്ല ചരിത്രം മഹാന്മാരായ ഇമാമികൾ രേഖപ്പെടുത്തിയ ഒരു നാട്ടില് ഒരു വലിയ തെമ്മാടി ഉണ്ടായിരുന്നു. ഫുൾ ടൈം ഡ്രിങ്കിൽ ചെയ്യുന്ന ആ കക്ഷി. വെള്ളടിക്കുക, ആ കിക്ക് ഇറങ്ങിപ്പോയി അപ്പത്തിന് വീണ്ടും അടിക്കും. ദാഇമൻ ശാരിബുൽ ഖംർ, നിത്യം. അങ്ങനെ ഉണ്ടല്ലോ ചില ആൾക്കാർക്ക്. കാരണം ഈ സാധനം ദേഹത്ത് നിന്ന് ഇറങ്ങിപ്പോയാൽ പിന്നെ വേറെ ഇളകുന്ന ആളുകളുണ്ട്. ഇതിന് അഡിക്റ്റ് ആയ ആൾക്കാർ അങ്ങനെ ഇരിക്കും. കഞ്ചാവ് കള്ളൊക്കെ ചെന്നാൽ പിന്നെ ഈ മരുന്ന് അകത്തില്ലെങ്കിൽ പിന്നെ ആള് വൈബ്രേഷൻ തുടങ്ങും. എന്നിട്ട് പിന്നെ ഇതിന് ലഹരി മുക്ത ട്രീറ്റ്മെന്റിനൊക്കെ കൊണ്ടുപോകലുണ്ടല്ലോ. അതിപ്പോ അധികം വിശദീകരിക്കണ്ട. ഇദ്ദേഹം സദാ മദ്യപിക്കുന്ന ആളാണ്. ഇദ്ദേഹം പെട്ടെന്ന് നീണ്ടുപോകൂല, കരളൊക്കെ ഡാമേജ് ആകും, എലിപ്പനിയൊക്കെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും, അങ്ങനെ ഡോക്ടർമാരൊക്കെ പറയല്. അപ്പോ ഇങ്ങനെ മരിച്ചുപോയി ആള്. മരിച്ചപ്പോ ജീവിതകാലത്ത് തന്നെ നാട്ടുകാർ അങ്ങേരെ മത്തുറൂക്കാക്കി, ഓട്ടെ മിണ്ടാൻ പറ്റാത്ത ജാതി ഒഴിവാക്കി. മരിച്ചപ്പോഴും ജനം ഒഴിവാക്കി. ആ മയ്യത്തിനെ നാട്ടുകാർ തിരിഞ്ഞു നോക്കിയില്ല. ആ വെള്ളം കുടിച്ച് ബസ് സ്റ്റാൻഡിൽ കിടന്ന് ചത്ത ചങ്ങാതി കിരിക്കാൻ പോണ്ട. ഈ നിലക്ക് നാട്ടുകാരാ മയ്യത്തിനെ ഒഴിവാക്കി, അവഗണിച്ചു. ആ കാലത്ത് അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട ഒരു വലി, ആ വലിക്ക് അള്ളാഹു ഇൽഹാമ് കൊടുത്തു, സന്ദേശം കൊടുത്തു. ദേ ഒരു മയ്യിത്ത് നാട്ടിൽ മത്രൂക്കായിട്ടുണ്ട്, അവഗണിക്കപ്പെട്ടിട്ടുണ്ട്, പെട്ടെന്ന് പോയിട്ട് അതിന്റെ സംസ്കാരത്തിൽ പങ്കെടുക്ക്, അതിനെ സംസ്കരിക്കൂ, കുളിപ്പിക്കൂ, കഫൻ ചെയ്യൂ. ആ കാലത്തെ വലിയന് അള്ളാഹു ഇൽഹാമ് കൊടുത്തു. മഹാന്മാരെ സ്വപ്നം വഹയിന്റെ ഭാഗമാണ്, നബൂവത്തിന്റെ 40-46 ഒരു ഭാഗമാണ്. ഇതൊക്കെ ബുഖാരിന്റെ ഹദീസാണല്ലോ.
അദ്ദേഹം ഈ സന്ദേശം കിട്ടി പെട്ടെന്ന് ഓടി വന്നു. അപ്പൊ നോക്കുമ്പോൾ ഇദ്ദേഹം മരിക്കാനായ വലിയ ഇച്ചങ്ങാതിന്റെ ജനാസ സംസ്കരണത്തിൽ വന്നിരിക്കുന്നു എന്ന് കേട്ടപ്പോ ജനങ്ങൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്നിട്ട് അവിടെ ജനനിബിഡമായി. ഒരു വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ വെച്ച് അവർ സാക്ഷിയായിക്കൊണ്ട് ഈ മയ്യത്തിനെ കുളിപ്പിക്കുകയും കഫൻ ചെയ്യുകയും നിസ്കരിക്കുകയും കബറടക്കുകയും ചെയ്തു. കബറടക്കം കഴിഞ്ഞപ്പോ ഫഹശറൂ ഹൗലഹു, അവരെല്ലാവരും ആദരിക്കുന്ന വലിയന്റെ ചുറ്റുഭാഗത്ത് നാട്ടുകാർ വട്ടം കൂടി നിന്ന് ചോദിച്ചു, ഞങ്ങൾക്കൊരു സംശയമുണ്ട്. തറക്നാഹു ലിഅന്നഹു ദായിമൻ ശാരിബുൽ ഖംർ, ഞങ്ങൾ ഇവനെ ഒഴിവാക്കിയതാ ജീവിതകാലത്ത് തന്നെ, മരിച്ചിട്ടും ഞങ്ങൾ ഒഴിവാക്കി ഈ മയ്യത്ത്. കാരണം ഇവൻ ഫുൾ ടൈം വെള്ളത്തിലുള്ള ആളാണ്, ലഹരിയില്ലാതവന് എണീറ്റ് നിൽക്കാൻ പറ്റൂല. വലാകിന്നക ഹളർത, എന്നിട്ടും നിങ്ങൾ ഇവിടെ ഹാജരായി ഈ മയ്യത്തിന്റെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഇവിടെ വന്നു. ഫഹളർനാ മഅക മിൻ അജലിക, ഞങ്ങളൊക്കെ വന്നത് നിങ്ങൾ വന്നത് കണ്ടിട്ടാ, അല്ലെങ്കിൽ ഞങ്ങൾ ആരും ഈ വഴിക്ക് തിരിഞ്ഞു നോക്കൂല. ഞങ്ങളിപ്പോ ചോദിക്കുന്നത് ബിമ ഹളർത, നിങ്ങൾ എന്തിനാ ഈ കൊടും തമ്മാടി കള്ളുടിയന്റെ ജനാസ സംസ്കരണത്തിൽ നിങ്ങൾ പങ്കെടുത്തത്? ബിമ ഹളർത, മറുപടി കിട്ടണം. എന്തിനാ നിങ്ങൾ ഇച്ചങ്ങാതിന്റെ മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി വന്നത്? കാലത്ത് തന്നെ നാട്ടുകാരും കുടുംബമൊക്കെ ഒഴിവാക്കിയതാ. ഞങ്ങൾ ആരും ഇങ്ങോട്ട് വരാൻ കരുതിയതല്ല, നിങ്ങളുടെ സാന്നിധ്യം കണ്ടിട്ടാണ് ഞങ്ങൾ വന്നത്. എന്തോ ഇതിലൊരു രഹസ്യമുണ്ടെന്ന് ഞങ്ങൾ ധരിച്ചു കൊണ്ടുവന്നതാണ്. ബിമഹലർത്ത, നിങ്ങൾ എന്തിനാ വന്നത്? അദ്ദേഹം പറഞ്ഞു, ലാ അദിരി വലാകിൻ അൽഹമനി റബ്ബി, എനിക്കറിഞ്ഞൂടാ, പക്ഷെ എൻ്റെ ഉള്ളിൽ നിന്ന് ഈ പാവത്തിന്റെ ജനാസയിൽ സംസ്കരണത്തിൽ പങ്കെടുക്കണമെന്ന ഒരു സന്ദേശം റബ്ബിൽ നിന്ന് എനിക്ക് ലഭിച്ചു, അങ്ങനെ വന്നതാണ്. അപ്പോൾ അവർക്ക് ഒന്നുകൂടെ ആശയക്കുഴപ്പമായി. പഠിച്ചോനെ, ഇദ്ദേഹത്തിനും അറിയില്ലല്ലോ ഇതിപ്പോൾ എന്താ സംഭവം. അപ്പോൾ അവിടെ കൂടിയ ആളുകൾ പരസ്പരം പറഞ്ഞു, ഇനി നമുക്ക് വിവരം അറിയാൻ ഒരൊറ്റ മാർഗമുള്ളൂ. ഇയാളെ കെട്ടിയോളുണ്ടല്ലോ ഇദ്ദയിൽ മറയിലിരിക്കുന്നു, അവർക്ക് ഇവരെ കുറിച്ച് അറിയുന്ന അത്ര വേറെ നാട്ടുകാർക്കോ ഔലിയ പാപ്പാർക്കോ ഒന്നും തിരിയില്ലല്ലോ. അതുകൊണ്ട് മറയിലിരിക്കുന്ന ഇദ്ദേഹത്തിന്റെ ഭാര്യയെ മറക്കിപ്പുറത്ത് ചെന്നുകൊണ്ട് നമുക്ക് അവരുമായി ഒന്ന് സംവദിക്കാം. അവർ മറയിലിരിക്കുന്ന അദ്ദേഹത്തിന്റെ ഭാര്യയുടെ മറക്കിപ്പുറത്ത് നിന്ന് വിളിച്ചു ചോദിച്ചു, അല്ലയോ സഹോദരി, നിങ്ങളുടെ ഭർത്താവിനെ കുറിച്ച് ഞങ്ങൾക്കെല്ലാം അറിയാം. ഒരു വേള നിങ്ങൾ പോലും അയാളിൽ നിന്ന് അകന്ന് ജീവിക്കാൻ ആഗ്രഹിച്ചവളാണ്. അത്രമാത്രം ലഹരിക്കടിമപ്പെട്ട നിങ്ങളുടെ ഭർത്താവ് മരിച്ചപ്പോഴും നാട്ടുകാരെല്ലാവരും അവഗണിച്ചത് നിങ്ങൾ കണ്ടതാണ്. പക്ഷേ ഒടുവിൽ ഈ ലോകം, ഇന്നത്തെ ലോകം ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ആ പുണ്യമനുഷ്യൻ താങ്കളുടെ ഭർത്താവിന്റെ ജനാസ സംസ്കരണത്തിന് വന്നപ്പോൾ നാട്ടുകാർ അവിടെ കൂട്ടം കൂട്ടമായി വന്നെത്തി. ഒരു വൻ ജനാവലി സാക്ഷിയായി ഖബറടക്കി. എന്താണ് ഇതിന്റെ പിന്നിൽ ഇത്രയും ആളുകൾ നിങ്ങളുടെ ഭർത്താവിന് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്താൻ, അദ്ദേഹത്തിന്റെ മേൽ മയ്യത്ത് നിസ്കരിക്കാൻ ഇത്രയും ജനത്തിരക്കുണ്ടാകാൻ, സത്യവിശ്വാസികൾ എല്ലാവരും സംഘടിതമായി വന്നെത്താൻ എന്താണ് കാരണമെന്ന് ഈ കൂട്ടത്തിലെ മഹാനായ മനുഷ്യനോട് ചോദിച്ചപ്പോഴും അദ്ദേഹവും പറയുന്നു, എനിക്കറിഞ്ഞൂടാ എന്ന്. ഞങ്ങൾ വലിയ ആശയക്കുഴപ്പത്തിലാണ്. ഞങ്ങൾക്കൊന്നേ ചോദിക്കാനുള്ളൂ, ബി അയ്യി ഇഹ്സാനിൻ കാന യുഹ്സിൻ, ഇദ്ദേഹം ജീവിതത്തിൽ എന്തെങ്കിലും നന്മ ചെയ്തതായിട്ട്, ഇഹ്സാനിൽ നിന്ന് എന്തെങ്കിലും ചെയ്തതായിട്ട് നിങ്ങൾക്കറിയാമല്ലോ, അത് ഉണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുമായി പങ്കുവെക്കണം എന്ന് പറയേണ്ട താമസം ഈ സഹോദരി പറഞ്ഞു. ഫഖാലത് മാ റഅയ്തു മിൻഹു ഇഹ്സാനൻ ഖത്തു, എന്റെ കെട്ടിയോൻ മരിച്ചുപോയി, ഞാൻ ഇന്നും അറിയില്ല, അദ്ദേഹത്തിൽ നിന്നൊരു നന്മയും ഞാൻ കണ്ടിട്ടേ ഇല്ല. മുൻദു തസവ്വജനി, എന്നെ കെട്ടിയ ആദ്യ രാത്രി തൊട്ട് എനിക്കുള്ള അനുഭവം, എന്നെ കല്യാണം കഴിച്ച അന്ന് മുതൽ കാന ദായിമൻ ശാരിബൽ ഖംർ, അന്നും മദ്യപിച്ചുകൊണ്ടാണ് മധുവിധു ആഘോഷിക്കാൻ ബെഡ്റൂമിലേക്ക് കടന്നു വന്നത്. എന്റെ വിധി അതായിരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കി. പക്ഷേ എന്നെ ഉപദ്രവിക്കാറില്ല, സ്നേഹിക്കാറേ ഉള്ളൂ. എന്നെ പെരുമ്പാവൂർ തന്നെ ഒരു പെണ്ണെന്നോട് പരാതി പറഞ്ഞു, മൂക്കൊറ്റം കള്ളുടിച്ചിട്ട് പിന്നെ തൗബ ചെയ്ത് നന്നായി പള്ളി കമ്മിറ്റിയിലൊക്കെ കയറി വന്ന ഒരു സഹോദരൻ. ആ സഹോദരന്റെ ഭാര്യ ഒരിക്കൽ എന്നെ ഒരു കുറിപ്പ് കൊടുത്തിട്ട് എന്നോട് സങ്കടം പറഞ്ഞു, അങ്ങേര് കള്ളുടിക്കണ കാലത്ത് രാത്രിയാണെങ്കിൽ ചിക്കൻ ബിരിയാണി മട്ടൻ പൊരിച്ചതൊക്കെ കൊടുന്നെന്ന് എൻ്റെ ഓമനപ്പുള്ള തിന്ന് എന്ന് പറഞ്ഞ് വായിക്ക് വെച്ച് തരും. ഇപ്പൊ ഇടക്കിടക്ക് അടിയാണ്, സുബോധത്തിലായപ്പോ എനിക്ക് അടിയാണ് ഇപ്പൊ കിട്ടണത്. ഇങ്ങനെ ഉണ്ട് കുറെ എണ്ണം. ഇതിങ്ങനെയല്ല, ഇത് കള്ളുടിച്ചാലും ഇല്ലെങ്കിലും എന്നെ ഉപദ്രവിക്കാറൊന്നുമില്ല.
പക്ഷെ എപ്പോഴും മദ്യപിക്കണം. കല്യാണം കഴിഞ്ഞ അന്ന് തൊട്ടുള്ള എന്റെ അനുഭവം ഇതാണ്. ഒരു നന്മയും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. എങ്കിലും അദ്ദേഹം പാതിരാത്രിയിൽ അദ്ദേഹം എണീക്കാറുണ്ട്. കൂരിരുട്ട് നിറഞ്ഞ ഇന്നത്തെ പോലെ കരണ്ടും വെളിച്ചൊന്നുമില്ലാത്ത കാലത്ത് ഉറങ്ങാൻ വേണ്ടി റൂമിലേക്ക് കടന്നാൽ വിളക്ക് ഊതി അണച്ചുകൊണ്ട് ഞങ്ങൾ ഉറങ്ങിയാല് നട്ടപ്പാതിര കഴിഞ്ഞാൽ പാതിരാവ് കഴിഞ്ഞാൽ അദ്ദേഹം എന്നും എണീക്കാറുണ്ട്. എണീറ്റിട്ട് വിരിപ്പിലങ്ങ് ഇരിക്കും. നിസ്കരിക്കുന്നില്ല, ഒന്നുണ്ടാക്കി നിസ്കരിക്കുന്നില്ല, വിരിപ്പിലങ്ങ് ഇരിക്കും. ഇരുന്നിട്ട് അങ്ങോട്ട് കരയാൻ തുടങ്ങും. എന്താ കരഞ്ഞു പറയുന്നത്? ഫയഖൂൽ യാ റബ്ബി അദ്നബ്തു യാ റബ്ബി അദ്നബ്തു ഫഗ്ഫിർ ലീ ഫയബ്കി. എല്ലാ രാത്രിയും പാതിരാത്രി കഴിഞ്ഞാൽ നിലാവിന്റെ ചെറുവട്ടത്തിൽ ഞാൻ ഈ കരച്ചില് എന്നും കേൾക്കാറുണ്ട്. വിരിപ്പിൽ ഒതുടുക്കുന്നൊന്നുമില്ല, അങ്ങോട്ട് എണീറ്റിരുന്നിട്ട് കരഞ്ഞിട്ട് പറയും യാ റബ്ബി അദ്നബ്തു. എന്നെ പോലത്തെ ഒരു തെമ്മാടി, ഞാൻ കള്ളുടിയനാണ്, നാട്ടുകാരെ മുന്നിൽ കള്ളുടിയനാണ്, നിന്റെ മുന്നിലും കള്ളുടിയനാണ്. ഫഗ്ഫിർ ലീ, പടച്ചോനെ നീ എന്നോട് പൊറുക്കണം റബ്ബേ. ഈ പതിവുണ്ടായിരുന്നു. ഫഖാലൽ വലിയു, അതിന് സാക്ഷിയായ വലിയ പറഞ്ഞു അതെന്നെ ഇത്. ഏതെന്നെ ഏത്? എനിക്ക് അല്ലാഹു അദ്ദേഹത്തിന്റെ ജനാസംസ്കാരത്തിൽ പങ്കെടുക്കാൻ ആഹ്വാനം തന്നതിന്റെ കാരണം വേറൊന്നുമല്ല, അള്ളാഹു അതൊക്കെ പുറത്തു. അള്ളാഹു പുറത്തുവിടാതുണ്ടോ? വേദനിക്കുന്ന ദാസന് പൊറുക്കും. അതിനെന്ത് വേണം? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മളൊക്കെയും ഒരുപാട് പാകപ്പിഴവുകളുള്ളവരാണ്, തെറ്റുകുറ്റങ്ങളുള്ളവരാണ്, കുറ്റങ്ങളും കുറവുകളും ഉള്ളവരാണ്. നമ്മളൊന്നും പ്രശംസക്ക് യോഗ്യരല്ല, സ്തുതിക്കർഹരല്ല. സ്തുതിക്കർഹൻ റബ്ബുൽ ആലമീനായ അല്ലാഹു മാത്രമാണ്. ഈ അർത്ഥതലത്തിലേക്ക് നമ്മൾ ചെന്നെത്തണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വരുന്ന ഞായറാഴ്ച ക്ലാസ്